ഓം ശാന്തി 14-12-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ അടുക്കൽ മന്മനാഭവയുടെയും മധ്യാജീഭവയുടെയും തീക്ഷ്ണ ബാണമുണ്ട്. ഈ ബാണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മായയുടെ മേൽ വിജയം പ്രാപ്തമാക്കുവാൻ സാധിക്കും. ചോദ്യം: കുട്ടികൾക്ക് ബാബയുടെ സഹായം ഏത് ആധാരത്തിലാണ് ലഭിക്കുന്നത്? കുട്ടികൾ ബാബയോടുള്ള നന്ദി ഏത് രൂപത്തിൽ പ്രകടമാക്കുന്നു? ഉത്തരം: ഏത് കുട്ടികൾ എത്രത്തോളം ബാബയെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നുവോ അത്രയും ബാബയുടെ സഹായം ലഭിക്കുന്നു. സ്നേഹത്തോടെ സംസാരിക്കൂ. തൻ്റെ കണക്ഷൻ ശരിയാക്കി വയ്ക്കൂ. ശ്രീമത്തനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ. അപ്പോൾ ബാബ സഹായിച്ചുകൊണ്ടിരിക്കും. കുട്ടികൾ ബാബയോടുള്ള നന്ദി പ്രകടമാക്കുന്നു. ബാബ, അങ്ങ് പരംധാമത്തിൽ നിന്നും വന്ന് നമ്മളെ പതിതത്തിൽ നിന്നും പാവനമാക്കുന്നു. അങ്ങയിൽ നിന്നും നമുക്ക് എത്ര സുഖം ലഭിക്കുന്നു. സ്നേഹത്തിൽ കണ്ണുനീരും വരുന്നു. ഓം ശാന്തി. കുട്ടികൾക്ക് ഏറ്റവും പ്രിയമാണ് മാതാവും പിതാവും. മാതാപിതാക്കൾക്ക് പിന്നെ കുട്ടികൾ വളരെ പ്രിയമാണ്. ഇപ്പോൾ ബാബയെ ത്വമേവ മാതാശ്ച പിതാ എന്ന് പറയുന്നു. ലൗകിക മാതാപിതാക്കളെ ഇങ്ങനെ പറയുവാൻ സാധിക്കില്ല. ഈ മഹിമ തീർച്ചയായുമുണ്ട്, പക്ഷേ ആരുടേതാണ് എന്നത് ആരും അറിയുന്നില്ല. അഥവാ അറിയാമായിരുന്നെങ്കിൽ അവിടേക്ക് പോയേനെ, വളരെ പേരെ കൊണ്ടുവരികയും ചെയ്തേനെ. പക്ഷേ ഡ്രാമയുടെ ഭാവി തന്നെ ഇങ്ങനെയാണ്. എപ്പോഴാണോ ഡ്രാമ പൂർത്തിയാകുന്നത് അപ്പോൾ തന്നെയാണ് വരുന്നത്. മുൻപ് മൂവി നാടകം ഉണ്ടായിരുന്നു. നാടകം പൂർത്തിയാകുമായിരുന്നപ്പോൾ എല്ലാ ആക്ടേഴ്സും സ്റ്റേജിൽ നിൽക്കുമായിരുന്നു. ഇതും പരിധിയില്ലാത്ത വലിയ നാടകമാണ്. ഇത് മുഴുവനും കുട്ടികളുടെ ബുദ്ധിയിൽ വരേണ്ടതാണ്. സത്യുഗം, ത്രേത, ദ്വാപര, കലിയുഗം, ഇത് മുഴുവൻ സൃഷ്ടിയുടെയും ചക്രമാണ്. മൂലവതനത്തിലും സൂക്ഷ്മവതനത്തിലും ചക്രം തിരിയുന്നു എന്നല്ല, സൃഷ്ടിയുടെ ചക്രം ഇവിടെ തന്നെയാണ് തിരിയുന്നത്. ഏക് ഓംകാർ സത്നാം എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. ഈ മഹിമ ആരുടേതാണ്? ഗ്രന്ഥത്തിലും സിഖുകാർ മഹിമ ചെയ്യുന്നു. ഗുരു നാനക് വാച. ഇപ്പോൾ ഏക് ഓംകാർ എന്നത് ആ ഒരു നിരാകാരനായ പരമാത്മാവിൻ്റെ തന്നെ മഹിമയാണ്. എന്നാൽ ഇവർ പരമാത്മാവിൻ്റെ മഹിമയെ മറന്ന് ഗുരു നാനാക്കിൻ്റെ മഹിമ ചെയ്യുന്നു. സദ്ഗുരുവായി മനസ്സിലാക്കുന്നത് നാനാക്കിനെയാണ്. വാസ്തവത്തിൽ മുഴുവൻ സൃഷ്ടിയിലും ഏതെല്ലാം മഹിമയുണ്ടോ അത് ഒന്നിൻ്റേത് മാത്രമാണ്. മറ്റാരുടെയും മഹിമയില്ല. ഇപ്പോൾ നോക്കൂ, ബ്രഹ്മാവിൽ അഥവാ ബാബയുടെ പ്രവേശനം ഉണ്ടായില്ലായിരുന്നു എങ്കിൽ ഇദ്ദേഹം കൗടി തുല്യമാണ്. ഇപ്പോൾ നിങ്ങൾ പരംപിതാ പരമാത്മാവിലൂടെ കവടി തുല്യത്തിൽ നിന്നും വജ്ര തുല്യമാകുന്നു. ഇപ്പോൾ പതീത ലോകമാണ് ബ്രഹ്മാവിൻ്റെ രാത്രി. പതീത ലോകത്തിൽ ബാബ വരുമ്പോൾ ആരാണോ ആ ഒന്നിനെ തിരിച്ചറിയുന്നത് അവർ ആ ഒന്നിൻ്റെ മേൽ ബലിയർപ്പണമാകുന്നു. ഇന്നത്തെ ലോകത്തിലാണെങ്കിൽ കുട്ടികളും ദ്വന്ദ്കാരിയാകുന്നു, അതായത് ദുഷ്ടന്മാരാകുന്നു. ദേവതമാർ എത്ര നല്ലവരായിരുന്നു, ഇപ്പോൾ അവർ പുനർജന്മം എടുത്തെടുത്ത് തമോ പ്രധാനമായിരിക്കുന്നു. സന്യാസിമാരും ആദ്യം വളരെ നല്ലവരായിരുന്നു, പവിത്രമായിരുന്നു. ഭാരതത്തിന് സഹായം നൽകിയിരുന്നു. ഭാരതത്തിൽ അഥവാ പവിത്രത ഇല്ലായിരുന്നുവെങ്കിൽ കാമചിതയിൽ എരിഞ്ഞേനെ. സത്യയുഗത്തിൽ കാമകഠാരിയില്ല. ഈ കലിയുഗത്തിൽ എല്ലാവരും കാമചിതയുടെ മുള്ളുകളിൽ ഇരിക്കുകയാണ്. സത്യയുഗത്തിൽ ഇങ്ങനെ പറയുകയില്ല.
അവിടെ ഈ പോയിസൺ ഉണ്ടായിരിക്കുന്നില്ല. അമൃത് ഉപേക്ഷിച്ച് വിഷം എന്തിന് കഴിക്കണം എന്ന് പറയാറുണ്ടല്ലോ. വികാരിയെ തന്നെയാണ് പതീതം എന്ന് പറയുന്നത്. ഈ കാലത്ത് മനുഷ്യരെ നോക്കൂ, 10-12 കുട്ടികളെ ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നിയമമേ ഇല്ല. സത്യയുഗത്തിൽ കുട്ടി ജനിക്കുമ്പോൾ ആദ്യമേ തന്നെ സാക്ഷാത്കാരമുണ്ടാകുന്നു. ശരീരം ഉപേക്ഷിക്കുന്നതിന് മുൻപും സാക്ഷാത്കാരമുണ്ടാകുന്നു. നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് കുട്ടിയാകും. ഒരു കുട്ടി തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക, അധികമില്ല. ലോ അനുസരിച്ച് നടക്കുന്നു. അഭിവൃദ്ധിയും തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ അവിടെ വികാരമില്ല. ധാരാളം പേർ ചോദിക്കുന്നു, അപ്പോൾ അവിടെ ജന്മം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അവിടെ യോഗബലത്തിലൂടെയാണ് എല്ലാ കാര്യവും നടക്കുന്നത് എന്ന് പറയണം. യോഗബലത്തിലൂടെ തന്നെയാണ് നമ്മൾ സൃഷ്ടിയുടെ രാജ്യം നേടുന്നത്. ബാഹുബലത്തിലൂടെ സൃഷ്ടിയുടെ രാജ്യം ലഭിക്കുക സാധ്യമല്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. അഥവാ ക്രിസ്ത്യൻസ് പരസ്പരം ഒന്നിച്ചാൽ മുഴുവൻ സൃഷ്ടിയുടെയും രാജ്യം നേടാൻ സാധിക്കും. എന്നാൽ പരസ്പരം ഒന്നിക്കുകയില്ല. ലോ പറയുന്നില്ല. അതിനാൽ 2 പൂച്ചകൾ പരസ്പരം അടികൂടുമ്പോൾ വെണ്ണ കുട്ടികളായ നിങ്ങൾക്കാണ് ലഭിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ വായിൽ വെണ്ണ കാണിച്ചിട്ടുണ്ട്. ഇത് സൃഷ്ടിയാകുന്ന വെണ്ണയാണ്. പരിധിയില്ലാത്ത ബാബ പറയുന്നു, ഈ യോഗബലത്തിൻ്റെ യുദ്ധമാണ് ശാസ്ത്രങ്ങളിൽ പാടപ്പെട്ടിട്ടുള്ളത്, ബാഹുബലത്തിൻ്റേതല്ല. അവർ പിന്നെ ഹിംസാത്മക യുദ്ധം ശാസ്ത്രങ്ങളിൽ കാണിച്ചിരിക്കുന്നു. അതുമായി നമുക്ക് ഒരു ബന്ധവുമില്ല. പാണ്ഡവരുടെയും കൗരവരുടെയും യുദ്ധമേ ഇല്ല. ഈ അനേകം ധർമ്മങ്ങൾ 5000 വർഷം മുമ്പും ഉണ്ടായിരുന്നു. അവർ പരസ്പരം അടികൂടി നശിച്ചു. പാണ്ഡവർ ദേവീദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്തു. ഇതാണ് യോഗബലം. ഇതിലൂടെ സൃഷ്ടിയുടെ രാജ്യം ലഭിക്കുന്നു. മായാജീതം ജഗജ്ജീതം ആകുന്നു. സത്യയുഗത്തിൽ മായ രാവണൻ ഇല്ല. അവിടെ രാവണന്റെ കോലമുണ്ടാക്കി കത്തിക്കുകയില്ല. എങ്ങനെയെല്ലാം കോലം അഥവാ ചിത്രം ഉണ്ടാക്കുന്നു? ഇങ്ങനെ ഒരു ദൈത്യനോ അസുരനോ ഉണ്ടായിരിക്കുന്നില്ല. 5 വികാരം സ്ത്രീയുടേതാണ്, 5 വികാരം പുരുഷൻ്റേതാണ് എന്നത് മനസ്സിലാക്കുന്നില്ല. അതിനെ ചേർത്ത് 10 തലയുള്ള രാവണനെ ഉണ്ടാക്കുന്നു. വിഷ്ണുവിനും 4 ഭുജങ്ങൾ നൽകുന്നത് പോലെ. മനുഷ്യർ ഈ കോമൺ കാര്യം പോലും മനസ്സിലാക്കുന്നില്ല. വലിയ രാവണനെ ഉണ്ടാക്കി കത്തിക്കുന്നു. മോസ്റ്റ് ബിലവഡായ കുട്ടികൾക്ക് ഇപ്പോൾ പരിധിയില്ലാത്ത ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. പിതാവിന് കുട്ടികൾ എല്ലായ്പ്പോഴും നമ്പർ അനുസരിച്ച് പ്രിയപ്പെട്ടവരായിരിക്കും. ചിലരാണെങ്കിൽ മോസ്റ്റ് ബിലവഡുമാണ്, ചിലർ പ്രിയം കുറഞ്ഞവരുമാണ്. എത്രത്തോളം സിഖിലതേ കുട്ടിയായിരിക്കുമോ അത്രയും കൂടുതൽ സ്നേഹമുണ്ടായിരിക്കും. ഇവിടെയും ആരാണോ സർവീസിൽ തൽപരരായിരിക്കുന്നത്, ദയാഹൃദയരായിരിക്കുന്നത്, അവർ പ്രിയമായി തോന്നുന്നു. ഭക്തിമാർഗത്തിൽ ദയ യാചിക്കുന്നുവല്ലോ. ഈശ്വര ദയവ് കാണിക്കൂ, മേഴ്സി ഓൺ മീ. പക്ഷേ ഡ്രാമയെ ആരും അറിയുന്നില്ല. എപ്പോഴാണോ വളരെയധികം തമോ പ്രധാനമായി മാറുന്നത്, അപ്പോൾ തന്നെയാണ് ബാബ വരുന്നതിൻ്റെ പ്രോഗ്രാം ഉള്ളത്. ഈശ്വരന് എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്യാൻ സാധിക്കുമെന്നോ, എപ്പോഴാഗ്രഹിക്കുന്നോ അപ്പോൾ വരാൻ സാധിക്കുമെന്നോ അല്ല. അഥവാ ഇങ്ങനെയുള്ള ശക്തി ഉണ്ടായിരിക്കുകയാണെങ്കിൽ പിന്നെ ഇത്രയും അധിക്ഷേപം എന്തുകൊണ്ട് ലഭിച്ചു? വനവാസം എന്തുകൊണ്ട് ലഭിച്ചു? ഈ കാര്യങ്ങൾ വളരെ ഗുപ്തമാണ്. ശ്രീകൃഷ്ണന് അധിക്ഷേപം ലഭിക്കുക സാധ്യമല്ല. ഭഗവാന് ഇത് ചെയ്യാൻ സാധിക്കില്ലേ എന്ന് പറയുന്നു. പക്ഷേ വിനാശം ഉണ്ടാവുക തന്നെ വേണം. പിന്നെ രക്ഷിക്കുന്നതിൻ്റെ കാര്യമേ ഇല്ല. എല്ലാവരെയും തിരികെ കൊണ്ടുപോകേണ്ടതുണ്ട്. സ്ഥാപനയും വിനാശവും ചെയ്യിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഭഗവാൻ ഉണ്ടായിരിക്കുമല്ലോ. പരംപിത പരമാത്മാവ് സ്ഥാപന ചെയ്യുന്നു. ഏതിൻ്റെ?
മുഖ്യമായ കാര്യം നിങ്ങൾ ചോദിക്കൂ, ഈ ഗീതയുടെ ഭഗവാൻ ആരാണ്? മുഴുവൻ ലോകവും ഇതിൽ കുഴങ്ങിപ്പോയിരിക്കുകയാണ്. അവരാണെങ്കിൽ മനുഷ്യൻ്റെ പേര് ചേർത്തിരിക്കുകയാണ്. ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ഭഗവാനല്ലാതെ മറ്റാർക്കും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ ഗീതയുടെ ഭഗവാനാണ് എന്ന് പറയുന്നത്? വിനാശവും സ്ഥാപനയും ചെയ്യിക്കുക എന്നത് ആരുടെ കാര്യമാണ്? ഗീതയുടെ ഭഗവാനെ മറന്ന് ഗീതയെ തന്നെ ഖണ്ഡിച്ചു. ഇത് വലുതിലും വലിയ തെറ്റാണ്. രണ്ടാമതായി, പിന്നെ ജഗന്നാഥപുരിയിൽ ദേവതമാരുടെ വളരെ മോശമായ ചിത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. മോശമായ ചിത്രങ്ങൾ വയ്ക്കുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ വിലക്കുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചോ മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതാണ്. ഈ ക്ഷേത്രങ്ങളിൽ ആരുടെയും ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ വരുന്നില്ല. ഈ കാര്യങ്ങൾ ബാബ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. നോക്കൂ, പുത്രിമാർ എത്ര പ്രതിജ്ഞയുടെ കത്തുകളും എഴുതുന്നു, രക്തം കൊണ്ടും എഴുതുന്നു. ശ്രീകൃഷ്ണന് രക്തം വന്നപ്പോൾ ദ്രൗപദി തൻ്റെ വസ്ത്രം കീറി കെട്ടിയതായി ഒരു കഥയുമുണ്ട്. ഇത് സ്നേഹമാണല്ലോ. നിങ്ങളുടെ സ്നേഹം ശിവ് ബാബയോടാണ്. ഇദ്ദേഹത്തിന് അഥവാ ബ്രഹ്മാവിന് രക്തം വന്നേക്കാം, ഇദ്ദേഹത്തിന് ദുഃഖമുണ്ടായേക്കാം. എന്നാൽ ശിവ് ബാബയ്ക്ക് ഒരിക്കലും ദുഃഖമുണ്ടാവുക സാധ്യമല്ല. കാരണം ആ ഒന്നിന് തൻ്റേതായ ശരീരമില്ല. ശ്രീകൃഷ്ണന് അഥവാ എന്തെങ്കിലും ഏൽക്കുകയാണെങ്കിൽ ദുഃഖം ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിനെ പിന്നെ പരമാത്മാവ് എന്നെങ്ങനെ പറയാൻ സാധിക്കും? ബാബ പറയുന്നു, ഞാനാണെങ്കിൽ സുഖദുഃഖങ്ങളിൽ നിന്നും വേറിട്ടതാണ്. പിന്നെ കുട്ടികളെ വന്ന് സദാ സുഖിയാക്കുന്നു. സദാ ശിവൻ എന്ന് പാടപ്പെടുന്നു. സദാശിവൻ സുഖം നൽകുന്നവൻ പറയുന്നു, എൻ്റെ മധുരമധുരമായ സിഖിലരുടെ കുട്ടികൾ ആരാണോ സൽപുത്രർ, ജ്ഞാനം ധാരണ ചെയ്ത് പവിത്രമായിരിക്കുന്നത്, സത്യമായ യോഗിയും ജ്ഞാനിയുമായിരിക്കുന്നത്, അവർ എനിക്ക് പ്രിയമായി തോന്നുന്നു. ലൗകിക പിതാവിൻ്റെ അടുക്കലും ചിലർ നല്ലവരാണ്, ചില മോശമായ കുട്ടികളുമുണ്ട്. ചിലർ കുലത്തിന് കളങ്കമുണ്ടാക്കുന്നവരാകുന്നു, വളരെയധികം മോശമായി മാറുന്നു. ഇവിടെയും ഇങ്ങനെയാണ്. ആശ്ചര്യപൂർവം കുട്ടിയാകുന്നു, കേൾക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു, പിന്നെ ബന്ധം വേർപെടുത്തുന്നു. അതിനാൽ തന്നെയാണ് നിശ്ചയത്തിൻ്റെ കത്ത് എഴുതിക്കുന്നത്. അപ്പോൾ ആ എഴുതിയത് പിന്നെ മുന്നിൽ നൽകും. ബ്ലഡ് കൊണ്ടും എഴുതി നൽകുന്നു. ബ്ലഡ് കൊണ്ട് എഴുതി പ്രതിജ്ഞ ചെയ്യുന്നു. ഇക്കാലത്താണെങ്കിൽ പ്രതിജ്ഞയും എടുപ്പിക്കുന്നു. എന്നാൽ അതെല്ലാം അസത്യമായ പ്രതിജ്ഞയാണ്. ഈശ്വരനെ എല്ലായിടത്തും ഉള്ളവൻ, എല്ലാം കാണുന്നവൻ എന്നറിയുക എന്നാൽ ഇതും ഈശ്വരനാണ്. പ്രതിജ്ഞ എടുക്കുന്ന ഞാനും ഈശ്വരനാണ്. ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ ഹാജരുമാണ്, എല്ലാം കാണുകയും ചെയ്യുന്നു എന്നത് അറിയുന്നു. ബാബ ഈ കണ്ണുകളാകുന്ന ജാലകങ്ങളിലൂടെ കാണുന്നു. ഇത് അന്യ ശരീരമാണ്, ലോണായി എടുത്തിരിക്കുകയാണ്. ബാബ വാടകക്കാരനാണ്. കെട്ടിടത്തെ കാര്യത്തിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. ബാബ പറയുന്നു, ഞാൻ ഈ ശരീരം കാര്യത്തിൽ ഉപയോഗിക്കുന്നു. ബാബ ഈ ജാലകങ്ങളിലൂടെ കാണുന്നു, ഹാജരാണ്, എല്ലാം കാണുകയും ചെയ്യുന്നു. ആത്മാവ് തീർച്ചയായും ഓർഗൻസിലൂടെ തന്നെയായിരിക്കുമല്ലോ കാര്യങ്ങൾ നടത്തുന്നത്. ഞാൻ വന്നിരിക്കുകയാണ്, അപ്പോൾ തീർച്ചയായും കേൾപ്പിക്കുമല്ലോ. ഓർഗൻസ് യൂസ് ചെയ്യുന്നു, അപ്പോൾ തീർച്ചയായും വാടകയും നൽകേണ്ടി വരും. കുട്ടികളായി നിങ്ങൾ ഈ സമയത്ത് നരകത്തെ സ്വർഗമാക്കുന്നവരാണ്. നിങ്ങൾ പ്രകാശം നൽകുന്നവരാണ്, ഉണർത്തുന്നവരാണ്. മറ്റുള്ളവരെല്ലാം കുംഭകർണൻ്റെ നിദ്രയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. നിങ്ങൾ മാതാക്കൾ ഉണർത്തുന്നു, സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നു. ഇതിൽ മെജോറിറ്റി മാതാക്കളുടേതാണ്. അതിനാൽ വന്ദേ മാതരം എന്ന് പറയുന്നു. ഭീഷ്മ പിതാമഹനെയും മറ്റും നിങ്ങൾ തന്നെയാണ് അമ്പെയ്യുന്നത്. മന്മനാഭവ മധ്യാജി ഭവ
ഈ ബാണം എത്ര സഹജമാണ്. ഈ അമ്പുകൾ കൊണ്ട് നിങ്ങൾ മായയുടെ മേൽ ജയം നേടുന്നു. നിങ്ങൾക്ക് ഒരു ബാബയുടെ ഓർമ്മ, ഒരു ശ്രീമത്തനുസരിച്ച് നടക്കണം. ബാബ നിങ്ങളെ ഇങ്ങനെയുള്ള ശ്രേഷ്ഠ കർമ്മം പഠിപ്പിക്കുന്നു. അതിലൂടെ 21 ജന്മം ഒരിക്കലും കർമ്മത്തെ പഴിക്കേണ്ട ആവശ്യമേ വരില്ല. നിങ്ങൾ എവർ ഹെൽത്തിയും എവർ വെൽത്തിയും ആകുന്നു. അനേകം തവണ നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരി ആയിട്ടുണ്ട്. രാജ്യം നേടി പിന്നെ പാഴാക്കി. നിങ്ങൾ ബ്രാഹ്മണ കുലഭൂഷണർ തന്നെയാണ് ഹീറോയിൻ്റെ പാർട്ട് അഭിനയിക്കുന്നത്. ഡ്രാമയിൽ ഏറ്റവും ഉയർന്ന പാർട്ട് കുട്ടികളായ നിങ്ങളുടേതാണ്. അപ്പോൾ ഇങ്ങനെ ഉയർന്നവനാക്കുന്ന ബാബയോട് വളരെ സ്നേഹം വേണം. ബാബ അങ്ങ് അതിശയം ചെയ്യുന്നു. മനസ്സിലോ ചിത്തത്തിലോ നമുക്ക് അറിയില്ലായിരുന്നു നമ്മൾ തന്നെയാണ് നാരായണൻ ആയിരുന്നത്. ബാബ പറയുന്നു, നിങ്ങൾ തന്നെയാണ് നാരായണൻ അഥവാ ലക്ഷ്മിയും ദേവീ ദേവതയും ആയിരുന്നത്. പിന്നെ പുനർജന്മം എടുത്തെടുത്ത് അസുരൻ ആയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും പുരുഷാർത്ഥം ചെയ്ത് സമ്പത്ത് നേടൂ. എത്രത്തോളം ആര് പുരുഷാർത്ഥം ചെയ്യുന്നുവോ സാക്ഷാത്കാരം ഉണ്ടായിക്കൊണ്ടിരിക്കും. രാജയോഗം ഒരു ബാബ തന്നെയാണ് പഠിപ്പിച്ചിരുന്നത്. സത്യസത്യമായ സഹജ രാജയോഗം നിങ്ങൾക്ക് ഇപ്പോൾ പഠിപ്പിക്കാൻ സാധിക്കും. നിങ്ങളുടെ കടമയാണ് ബാബയുടെ പരിചയം എല്ലാവർക്കും നൽകുക എന്നത്. എല്ലാവരും അനാഥരായിരിക്കുകയാണ്. ഈ കാര്യങ്ങളും കഴിഞ്ഞ കൽപ്പത്തിൽ ഉണ്ടായിരുന്ന കോടിയിൽ ചിലരെ മനസ്സിലാക്കുകയുള്ളൂ. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. മുഴുവൻ ലോകത്തിലും മഹാൻ വിഡ്ഢിയെ കാണണമെങ്കിൽ ഇവിടെ നോക്കൂ. ആരിൽ നിന്നാണോ 21 ജന്മത്തെ സമ്പത്ത് ലഭിക്കുന്നത്, ആ ബാബയുമായും ബന്ധം വേർപെടുത്തുന്നു. ഇതും ഡ്രാമയിൽ അടങ്ങിയതാണ്. ഇപ്പോൾ നിങ്ങൾ സ്വയം ഈശ്വരൻ്റെ സന്താനമാണ്. പിന്നെ ദേവത, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിവരുടെ സന്താനമാകും. ഇപ്പോൾ ആസുരീയ സന്താനത്തിൽ നിന്നും ഈശ്വരീയ സന്താനം ആയിരിക്കുന്നു. ബാബ പരംധാമത്തിൽ നിന്നും വന്ന് പതീതത്തിൽ നിന്നും പാവനമാക്കുന്നു. അപ്പോൾ എത്ര നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ്. ഭക്തിമാർഗത്തിലും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദുഃഖത്തിൽ നന്ദി പ്രകടിപ്പിക്കുകയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര സുഖം ലഭിക്കുന്നു. അപ്പോൾ വളരെയധികം സ്നേഹമുണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ ബാബയോട് സ്നേഹത്തോടെ സംസാരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് കേൾക്കില്ല? കണക്ഷൻ ഉണ്ടല്ലോ. രാത്രിയിൽ എഴുന്നേറ്റ് ബാബയോട് സംസാരിക്കണം. ബാബ തൻ്റെ അനുഭവം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ വളരെയധികം ഓർമ്മിക്കുന്നു. ബാബയുടെ ഓർമ്മയിൽ കണ്ണുനീരും വരുന്നു. ഞാൻ എന്തായിരുന്നു, ബാബ എന്താക്കി മാറ്റിയിരിക്കുകയാണ്. തത്വം നിങ്ങളും അതാകുന്നു. യോഗത്തിൽ ഇരിക്കുന്നവർക്ക് ബാബ സഹായവും നൽകുന്നു. സ്വയമേ കണ്ണുകൾ തുറക്കും, കട്ടിൽ കുലുങ്ങും. ബാബ വളരെ പേരെ എഴുന്നേൽപ്പിക്കുന്നു. പരിധിയില്ലാത്ത ബാബ എത്ര ദയ കാണിക്കുന്നു. നിങ്ങൾ ഇവിടെ എന്തിനു വേണ്ടി വന്നിരിക്കുന്നു? പറയുന്നു ബാബ, ഭാവിയിൽ ശ്രീനാരായണനെ വരിക്കുന്നതിൻ്റെ ശിക്ഷണം നേടുന്നതിനായി വന്നിരിക്കുകയാണ്. അഥവാ ലക്ഷ്മിയെ വരിക്കുന്നതിനായി ഈ പരീക്ഷ പാസ്സായിക്കൊണ്ടിരിക്കുന്നു. എത്ര വണ്ടർഫുൾ സ്കൂളാണ്, എത്ര വണ്ടർഫുൾ കാര്യങ്ങളാണ്. വലുതിലും വലിയ യൂണിവേഴ്സിറ്റിയാണ്. എന്നാൽ ഗോഡ്ലി യൂണിവേഴ്സിറ്റി എന്ന പേര് വയ്ക്കാൻ അനുവദിക്കുന്നില്ല. ഒരു ദിവസം തീർച്ചയായും അംഗീകരിക്കും, വന്നുകൊണ്ടിരിക്കും. തീർച്ചയായും എത്ര വലിയ യൂണിവേഴ്സിറ്റിയാണ് എന്ന് പറയും. ബാബ തൻ്റെ നയനങ്ങളിൽ ഇരുത്തി നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങളെ സ്വർഗത്തിൽ എത്തിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ബാബയോട് എത്ര സംസാരിക്കേണ്ടതാണ്. പിന്നെ ബാബ വളരെയധികം സഹായിക്കും. ആരുടെ തൊണ്ട അടഞ്ഞുപോയോ അവരുടെ പൂട്ട് തുറന്നു തരും. രാത്രിയിൽ ഓർമ്മിക്കുന്നതിലൂടെ വളരെയധികം രസം തോന്നും. ബാബ തൻ്റെ അനുഭവം പറഞ്ഞു തരുന്നു. ഞാൻ എങ്ങനെയാണ് അമൃതവേളയിൽ സംസാരിക്കുന്നത് എന്ന് ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു.
സൂക്ഷിച്ചിരിക്കണം. കുലത്തെ കളങ്കിതമാക്കരുത്. 5 വികാരങ്ങൾ ദാനമായി നൽകിയ ശേഷം പിന്നെ തിരികെ എടുക്കരുത്. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയുടെ പ്രിയപ്പെട്ടവരാകുന്നതിനായി ദയാഹൃദയരായി സർവീസിൽ തൽപരരായിരിക്കണം. സൽപുത്രരും ആജ്ഞാകാരിയുമായി സത്യമായ യോഗിയും ജ്ഞാനിയും ആകണം. അമൃതവേളയിൽ എഴുന്നേറ്റ് ബാബയോട് വളരെ മധുരമായി സംസാരിക്കണം. ബാബയോട് നന്ദി പ്രകടമാക്കണം. ബാബയുടെ സഹായം അനുഭവിക്കുന്നതിനായി മോസ്റ്റ് ബിലവഡായ ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കണം. വരദാനം: സദാ ഉന്മേഷത്തിലും ഉത്സാഹത്തിലും ഇരുന്ന് മനസ്സുകൊണ്ട് സന്തോഷത്തിൻ്റെ ഗീതം പാടുന്ന അവിനാശി ഭാഗ്യശാലിയായി ഭവിക്കട്ടെ. ഭാഗ്യവാന്മാരായ കുട്ടികളായ താങ്കൾ അവിനാശി വിധിയിലൂടെ അവിനാശി സിദ്ധികൾ പ്രാപ്തമാക്കുന്നു. താങ്കളുടെ മനസ്സിൽ നിന്നും സദാ ആഹാ ആഹാ എന്ന സന്തോഷത്തിൻ്റെ ഗീതം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ആഹാ ബാബ, ആഹാ ഭാഗ്യം, ആഹാ മധുരമായ പരിവാരം, ആഹാ ശ്രേഷ്ഠ സംഗമത്തിൻ്റെ സുന്ദരമായ സമയം. ഓരോ കർമ്മവും ആഹാ ആഹാ എന്നതാണ്. അതിനാൽ താങ്കൾ അവിനാശി ഭാഗ്യശാലിയാണ്. താങ്കളുടെ മനസ്സിൽ ഒരിക്കലും വൈ ഐ, എന്തുകൊണ്ട്, ഞാൻ എന്നത് വരുക സാധ്യമല്ല. വൈ എന്നതിന് പകരം ആഹാ ആഹാ എന്നും ഐ എന്നതിന് പകരം ബാബ ബാബ എന്ന ശബ്ദവും തന്നെയാണ് വരുന്നത്. സ്ലോഗൻ: എന്ത് സങ്കല്പിക്കുന്നുവോ അതിൽ അവിനാശി ഗവൺമെൻറ്റിൻ്റെ സ്റ്റാമ്പ് പതിപ്പിക്കൂ. അപ്പോൾ അജഞ്ചലമായി ഇരിക്കും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. അശരീരി ആത്മാവായി ഒരു സെക്കൻഡിൽ ഞാൻ പരംധാം നിവാസിയാകുന്നു. ആത്മലോകത്തിൽ ഞാൻ സൂക്ഷ്മ പ്രകാശബിന്ദുവായി സ്ഥിതി ചെയ്യുന്നു. ഈ പരമധാമത്തിൽ എത്തിച്ചേർന്ന നിമിഷം തന്നെ ബാബയുടെ സർവശക്തിവാൻ സ്വരൂപം ഞാൻ സ്പഷ്ടമായി ദർശിക്കുകയാണ്. പ്രഭാത സൂര്യൻ്റെ ശോഭനീയമായ കിരണങ്ങൾ പോലെ സർവശക്തിവാന്റെ സർവശക്തികളുടെയും കിരണങ്ങൾ ആത്മാവിൽ പതിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അനുഭവം എനിക്കുണ്ടാകുന്നു.
ബാബ എന്നിൽ സർവശക്തികളും നിറച്ചു തരികയാണ്. ഈ ദിവ്യ അലൗകിക ശക്തികൾ എന്നിൽ നിറയുമ്പോൾ എൻ്റെ വ്യക്തിത്വത്തിലെ പരിമിതമായ വ്യർത്ഥഭാവങ്ങൾ ഇല്ലാതാകുന്നു. ദിവ്യവും അലൗകികവുമായ ശ്രേഷ്ഠ വ്യക്തിത്വം എന്നിൽ ഉണർന്നു വരുന്നു. സർവശക്തി സമ്പന്നമായ ഈ സ്വരൂപത്തിൽ ഞാൻ ഒരു സെക്കൻഡിൽ ഈ ദേഹത്തിൽ പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈശ്വരീയ ശക്തികളുടെ പ്രകാശകിരണങ്ങൾ എന്നിൽ നിന്നും 4 ഭാഗത്തേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു.